ശവം തൂക്കികൾക്ക് നമ്മൾ വോട്ട് നൽകണം. പെയ്തിറങ്ങിയ ദുരന്തത്തിൽ എല്ലാം നശിച്ച് ഒരു നാടും മനുഷ്യരും ഒന്നായി ദുരന്തം അനുഭവിച്ചപ്പോൾ ആ ദുരന്തം പേറിയവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ച് ആ ഫണ്ട് പുട്ടടിച്ച ശവം തൂക്കികൾക്ക് നമ്മൾ വോട്ട് നൽകണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായത് LDF അല്ലാതെ മറ്റാര് എന്ന ചോദ്യത്തിന് ഇവിടെയാണ് പ്രസക്തി. സ്വന്തമായി ഞങ്ങൾ വീട് നൽകിക്കൊള്ളാമെന്നും പറഞ്ഞ് UDF പിരിച്ച ഫണ്ട് ഇപ്പോൾ കാണുവാനില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അല്ല, ഫണ്ണി ജോസഫാണ്. കാരണം അദ്ദേഹം ഒരു കടലാസ് തുണ്ടിൽ കണക്ക് എഴുതിക്കൊണ്ട് വന്നിട്ട് അതിവിദഗ്ധമായി കണക്ക് അവതരിപ്പിച്ച് അത് തടിയൂരുകയും ചെയ്തു. നമ്മളിതിൻ്റെ യാഥാർത്ഥ്യത്തെ കാണാതെ പോകരുത്. കാരണം DYFI കൊടുത്ത 20 കോടി രൂപയുടെ GST കണക്കൊക്കെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് കേട്ടു. കൃത്യമായി ഞങ്ങൾ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കമുള്ളതും അതേപോലെ തന്നെ ഓരോ യൂണിറ്റും എത്ര രൂപ പിരിച്ചു നൽകി എന്നുള്ളതും ഞങ്ങൾ കണക്ക് വിവരങ്ങൾ വെളിയിൽ വിട്ടിട്ടുണ്ട്. കോൺഗ്രസ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധനലക്ഷ്മി ബാങ്കിൽ നിങ്ങൾ എടുത്ത അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടാനായിട്ട്? എവിടെയാണ് നിങ്ങൾ പണം സ്വരൂപിക്കാനായി ഉണ്ടാക്കിയ ആപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? എവിടെ നിൽക്കുന്നു? ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിലുണ്ടോ? നിങ്ങൾ ഉത്തരം പറയണ്ടേ? കേരള സമൂഹത്തോട് ഉത്തരം പറയണ്ടേ? നിങ്ങളാണ് ഏറ്റവും വലിയ കള്ളന്മാർ. കേരള ചരിത്രത്തിൽ ആദ്യമായി പ്രതിപക്ഷത്തിന് എതിരെ, അതായത് ഭരണപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടൊരു ഇലക്ഷനാണ് നടക്കുന്നത്. പ്രതിപക്ഷത്തിനാണെങ്കിൽ ഭരണപക്ഷത്തിന്റെ അഴിമതികൾ ഒന്നും തന്നെയും പറയുവാനുമില്ല. അവർ വികസനവും പറയുന്നില്ല. ശബരിമല വിഷയമാണ് ഇവരുടെ എല്ലാം തുറുപ്പുചീട്ട്. UDF പറയുന്നത് എന്താണ്? 2 വർഷമായി ഞങ്ങൾ ഫണ്ട് പിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിൽ ദുരന്തബാധിതരായവർക്ക് ഞങ്ങൾ സഹായം ചെയ്യുവാൻ വേണ്ടിയും അതേപോലെ തന്നെ വീട് വെച്ച് നൽകുവാൻ വേണ്ടിയുമാണ് ഞങ്ങൾ ഫണ്ട് സമാഹരിക്കുന്നത്. ഇപ്പോൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ VD സതീശനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് AICC തരും, KPCCക്ക് ഫണ്ടുണ്ട്, പണ്ട് ചായക്കടയിൽ ചായ കുടിച്ചിട്ട് അണ്ണൻ തരും എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഇതിനെയും ആ ലാഘവത്തിൽ അവർ പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും ഉദാത്തമായി സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആ സംഭാവനയെ മുടക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകരുതെന്ന് പറഞ്ഞവർ, ഗവൺമെൻറ് ശമ്പളം മേടിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് സാലറി ചലഞ്ച് ഏർപ്പെടുത്തിയപ്പോൾ, നിർബന്ധിത സാലറി ചലഞ്ച് അല്ല, സാലറി ചലഞ്ച് ഏർപ്പെടുത്തിയപ്പോൾ ആ സാലറി ചലഞ്ചിൽ നിന്നും വിട്ടുനിന്ന ആളുകളാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാടിന് ഒരു ദുരന്തമുണ്ടായപ്പോൾ എന്തൊക്കെയാണെങ്കിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ 44 കോടി രൂപയോളം നമ്മുടെ മുസ്ലിം ലീഗ് നൽകുകയുണ്ടായി. DYFI 20 കോടി രൂപയോളം നൽകുകയുണ്ടായി. ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴേ മാക്സിമം ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോ MPക്കും ഓരോ കോടി രൂപ വെച്ച് നൽകാമായിരുന്നു. നമ്മുടെ വയനാടിനെ പ്രതിനിധീകരിച്ച MP അല്ലേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും? ഇവർ 1 കോടി രൂപ കൊടുക്കാൻ എന്തേ വിസമ്മതിച്ചത്? നയാ പൈസ കൊടുത്തില്ല. വീട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ കൊട്ടിഘോഷിച്ച് വന്നിട്ട് T സിദ്ദിഖിനെയും കൂട്ടി വന്ന് അവർക്ക് ഫ്രീ ആയിട്ട് ഓരോ കലണ്ടർ നൽകുകയാണ് ചെയ്തത്. എത്ര അപഹാസ്യമായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. ഒരു MP എന്നുള്ള നിലയ്ക്ക് ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാതെ അവനാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതിന് പകരം അതിനെ തടയിടുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ആരും തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് പറഞ്ഞു. LDF അല്ലാതെ മറ്റാര് അത്തരം ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരാൻ പറ്റും? കോൺഗ്രസിൽ ഇപ്പോഴേ പിരിച്ച ഫണ്ടില്ല, പിന്നെയാണ് കോൺഗ്രസ് വികസനം കൊണ്ടുവരാൻ പോകുന്നത്. ഇവർ ഒന്നാമതായി പറയുന്ന ഒരു കാര്യം എന്താണ്? സ്ത്രീ സുരക്ഷയാണ്. ആരെ വെച്ച് സ്ത്രീ സുരക്ഷ ചെയ്യാനാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചവനെ പുറത്താക്കുവാൻ വേണ്ടി ആലോചന നടത്തി ഗത്യന്തരമില്ലാതെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെന്നും MLA സ്ഥാനം രാജിവെക്കാൻ പോലും അവകാശപ്പെടാത്ത UDF ആണോ സ്ത്രീകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തേണ്ടത്? തൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്കും സ്ത്രീ വിരുദ്ധതയ്ക്കും എതിരെ ആദ്യമേ പ്രതികരിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ എങ്ങനെ കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്?